വൈദ്യുതി മന്ത്രിയായിരുന്നപ്പോൾ സംസ്ഥാനം കണ്ട ഏറ്റവും നല്ല മന്ത്രിയായിരുന്നു പിണറായി വിജയൻ. പുള്ളി കേരള മുഖ്യമന്ത്രിയായപ്പോൾ നാറ് നശിച്ചെന്നും കള്ളനും കൊള്ളക്കാരനുമായെന്നുമാണ് പൂഞ്ഞാറിലെ BJP സ്ഥാനാർത്ഥി PC ജോർജ് പറഞ്ഞത്. ജോർജ് അങ്ങനെ വെറുതെ പറഞ്ഞതൊന്നുമല്ല, കാര്യകാരണങ്ങൾ സഹിതം അക്കമിട്ടാണ് പറഞ്ഞത്. വീട്ടിൽ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ 70 വയസ്സ് കഴിഞ്ഞവർക്കുള്ള കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന 5 ലക്ഷത്തിന്റെ ഇൻഷുറൻസ് പദ്ധതി നടപ്പാക്കാത്ത 3 സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. പദ്ധതിയിൽ സംസ്ഥാനം മുടക്കേണ്ട തുക 3900 കോടി രൂപയാണ്. 60% കേന്ദ്രം മുടക്കുമ്പോൾ കേരളത്തിന് മുടക്കേണ്ടത് 40%. എന്നാൽ കേരളവും തമിഴ്നാടും ബംഗാളുമാണ് ഇത് നടപ്പാക്കാതിരുന്നത്. കേന്ദ്രത്തിന്റെ ഈ പദ്ധതിക്ക് തയ്യാറാക്കാത്ത പിണറായി വിജയൻ കഴിഞ്ഞയാഴ്ച ഊരാളുങ്കൽ സൊസൈറ്റി എന്ന വ്യക്തിയുടെ സ്വകാര്യ കമ്പനിക്ക് നൽകിയത് 60,000 കോടിയാണ്. ശബരിമല അയ്യപ്പനെ മോഷ്ടിക്കാൻ കൂട്ടുനിന്നയാളാണ് പിണറായി. കേരളത്തിൽ പട്ടിണി മരണം ഉണ്ടാകാത്തത് മോദി സൗജന്യ അരി നൽകിയത് കൊണ്ട് മാത്രമാണ്. കേന്ദ്രത്തിൽ നിന്നുള്ള ആനുകൂല്യം പോലും സംസ്ഥാനത്ത് വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ് പിണറായി സർക്കാർ. അതേസമയം കരുണാകരൻ ജീവിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ BJPയിൽ വന്നേനെ എന്നാണ് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി പത്മജ വേണുഗോപാൽ പറയുന്നത്. കാരണം കരുണാകരന് അത്രയ്ക്കും കോൺഗ്രസ് മടുത്തിരുന്നുവെന്നും പത്മജ പറയുന്നുണ്ട്. BJPയിൽ പാർട്ടി പ്രവർത്തകർ എല്ലാം നോക്കിക്കോളുമെന്നും കോൺഗ്രസും BJPയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ടെന്നുമാണ് പത്മജ പറയുന്നത്. കോൺഗ്രസിലെ തമ്മിലടി തീർക്കൽ തന്നെ വലിയ പാടാണ്. BJPയിലാകട്ടെ വലിയ ടെൻഷനില്ല. പ്രവർത്തകർ പറയുന്ന വഴിയിൽ പോയാൽ മതി, നമ്മൾ ഒന്നും അറിയേണ്ടെന്നും അവരെല്ലാം നോക്കിക്കോളുമെന്നും പത്മജ പറയുന്നുണ്ട്. ഇതൊന്നും ഒറ്റപ്പെട്ട രാഷ്ട്രീയ ആരോപണങ്ങളായി കാണാൻ പറ്റില്ല. ഇതൊരു വലിയ രാഷ്ട്രീയ യാഥാർത്ഥ്യത്തിന്റെ സൂചനയാണ്. കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന CPM-ഉം പ്രതിപക്ഷത്തിരിക്കുന്ന കോൺഗ്രസും എന്ത് കോലം കെട്ടിയാലും എത്ര മോഹന വാഗ്ദാനങ്ങൾ നൽകിയാലും ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഇരുവരുടെയും സമീപനം ഒരുപോലെയാണെന്ന കാര്യം വ്യക്തമായി പുറത്തു വരുന്നുണ്ട്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട പദ്ധതികൾ രാഷ്ട്രീയ അഹങ്കാരത്തിന്റെ പേരിൽ അല്ലെങ്കിൽ പ്രസ്റ്റീജ് ഇഷ്യൂവിന്റെ പേരിൽ തള്ളിക്കളയുന്ന സർക്കാരും അത് ചോദ്യം ചെയ്യാതെ മിണ്ടാവൃതം ഇരിക്കുന്ന പ്രതിപക്ഷവും അവരുടെ കാട്ടിക്കൂട്ടലുകൾ കൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് സാധാരണ ജനങ്ങളുടെ അവകാശത്തെയാണ്. ഒരു ഭാഗത്ത് ജനക്ഷേമ പദ്ധതികളെ പോലും നിരസിച്ച് വലിയ സാമ്പത്തിക ബാധ്യതകൾ സൃഷ്ടിക്കുന്ന ഭരണകൂടം, മറ്റൊരു ഭാഗത്ത് അതിനെ ശക്തമായി ചെറുക്കാൻ പോലും കഴിയാത്ത ദുർബല പ്രതിപക്ഷം. ഇതാണ് കേരളം ഇന്ന് കാണുന്ന രാഷ്ട്രീയ ദൃശ്യപടം. വാക്കുകളിൽ ആശയങ്ങൾ പറയാൻ വളരെ എളുപ്പമാണ്, പക്ഷെ പ്രവൃത്തിയിൽ അത് തെളിയിക്കുകയാണ് നേതൃത്വത്തിന്റെ യഥാർത്ഥ പരീക്ഷ. ആ പരീക്ഷയിൽ CPM പരാജയപ്പെട്ടതും അതിനെ ചോദ്യം ചെയ്യുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടതുമാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ജനങ്ങളുടെ വിശ്വാസം ഇങ്ങനെ വീണ്ടും 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 വഞ്ചിക്കുന്ന ഈ പഴയ രാഷ്ട്രീയ ചട്ടക്കൂടുകൾക്ക് ഇനിയും അവസരം നൽകണം. അല്ലെങ്കിൽ പ്രവർത്തനത്തെ അടിസ്ഥാനമാക്കി നേതാക്കളെ വിലയിരുത്തുന്ന പുതിയ രാഷ്ട്രീയ ബൗദ്ധ്യത്തിലേക്കാണോ കേരളം നീങ്ങേണ്ടത്?